അസ്സാം വലൈക്കും, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇതാ ഇന്നലെ വീക്കെൻഡായിട്ട് മക്കളെ കൂടെ പുറത്ത് പോയപ്പെടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അങ്ങനെ ഈ ഒരു വീഡിയോയ്ക്ക് വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഇന്നലെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ സിലു ടോക്സിലെ സൽഹയുടെ വീഡിയോ. അവർ സെപ്പറേറ്റഡ് ആയി എന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. നിരന്തരം അവരുടെ വീഡിയോസിൻ്റെ താഴെ പോയി കമൻ്റ് ഇട്ട്, അല്ലെങ്കിൽ അവർക്ക് പേഴ്സണലി മെസ്സേജ് അയച്ച്, അല്ലെങ്കിൽ പലരും അവരുടെ ഹാഷ്ടാഗ് വെച്ച് വീഡിയോസ് ചെയ്ത് എന്താണ് അവരുടെ ലൈഫിൽ നടന്നതെന്ന് അറിയാനുള്ള ആൾക്കാരുടെ ഒരു ആകാംക്ഷ. എന്തിനാണ് അത് അവരെ കൊണ്ട് പറയിപ്പിച്ചത്? അങ്ങനെ ഒരു വീഡിയോ അവരെ കൊണ്ട് അപ്ലോഡ് ചെയ്യിപ്പിച്ചതാണ്. കാരണം അവർക്ക് വേണമെങ്കിൽ ഇത് സെപ്പറേറ്റ് ആയ സമയത്തെ മാസങ്ങൾക്ക് മുമ്പേ വേണമെങ്കിൽ പറഞ്ഞ് ആ വീഡിയോ അത് വെച്ച് കുറച്ച് കണ്ടൻറ്റൊക്കെ ഉണ്ടാക്കായിരുന്നു. പക്ഷെ അവരതൊന്നും ചെയ്തിട്ടില്ല. കാരണം അവർക്കത് പേഴ്സണലാക്കി വെക്കാൻ തന്നെയായിരുന്നു ആഗ്രഹം. പക്ഷേ നിരന്തരം അവരുടെ വീഡിയോസിൻ്റെ താഴെ പോയി കമൻ്റ് ഇട്ട് ഇതൊരു കണ്ടൻറ്റാണ്, നുണ പറയുന്നതാണ്, വീട്ടിൽ ഹസ്ബൻഡ് അവിടെ തന്നെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ മാനസികമായിട്ടൊരാളെ വല്ലാണ്ട് ബുദ്ധിമുട്ടിച്ചിട്ട് ലാസ്റ്റ് അവരെ കൊണ്ട് പറയിപ്പിച്ചതാണ്. ഇനിയിപ്പോൾ ഇതും വെച്ച് കുറേ കണ്ടൻറ്റ് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടാവും. അവരുടെ പേരും അവരുടെ ഫോട്ടോസും അല്ലെങ്കിൽ അവരുടെ വീഡിയോസിൻ്റെ കുറച്ച് ഭാഗം കട്ട് ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് എന്ത് ഗുണമാണ് കിട്ടുന്നതെന്ന് മനസ്സിലാവുന്നില്ല. കാരണം നമുക്ക് മറ്റൊരാളുടെ ജീവിതത്തിലോട്ട് ഇങ്ങനെ എത്തി നോക്കി അവിടെ എന്താ നടക്കുന്നതെന്ന് അറിയാഞ്ഞിട്ടുള്ളൊരു ത്വരയില്ല ആൾക്കാരുടെ. നമ്മളെ ജീവിതത്തിലോട്ട് ഒരാളെ എത്തി നോക്കിക്കാണ്ടിരിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതത്തിലോട്ട് നമ്മളെത്തി നോക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ പകുതി സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടാവും എന്നുള്ളതാണ്. എന്താണെങ്കിലും എനിക്ക് എൻ്റെ വീഡിയോ കാണുന്ന സിലുവിനോട് പറയാനുള്ളത്, ഒരാളെ നമ്മൾ ഒന്നും പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ലൈഫാണ്, നമുക്കറിയാം നമ്മൾ അതിൽ എത്രത്തോളം ബുദ്ധിമുട്ടിയിട്ടുണ്ട് എന്നുള്ളതൊക്കെ. അതൊന്നും ആരുടെ മുമ്പിലും തുറന്ന് പറയേണ്ട ഒരു ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ വെറുതെ മറ്റുള്ളവരുടെ ജീവിതത്തിലോട്ട് ഇങ്ങനെ തുറന്നു നോക്കാണ്ട് സ്വന്തം കാര്യങ്ങൾ നോക്കി മുന്നോട്ട് ജീവിക്കുക എന്നുള്ളതാണ്. കാരണം ഒരാളുടെ ജീവിതത്തിലോട്ട് നമ്മളിങ്ങനെ എത്തി നോക്കിയതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നുമില്ല, അവർക്ക് ദോഷം ഉണ്ടാവുക എന്നല്ലാണ്ട്. എല്ലാവരുടെ ജീവിതത്തിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടാവും. ഒരുപാട് സഹിച്ചും ക്ഷമിച്ചുമായിരിക്കും എല്ലാവരും ജീവിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ആർക്കും നമുക്കൊന്നും ഒരാളുടെ പുറമേ കാണുന്ന സന്തോഷങ്ങളോ സങ്കടങ്ങളോ ഒന്നും വെച്ച് ഒരാളെ വിലയിരുത്താൻ പറ്റില്ല എന്നുള്ളതാണ്. കാരണം പുറമേ ഒരുപാട് ചിരിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ ഒരുപാട് അനുഭവിച്ചിട്ട് ജീവിക്കുന്ന ആൾക്കാർ ഈ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ടെന്നുള്ളതാണ്. അതുപോലെ ഇപ്പോൾ 3-4 മക്കളെ വെച്ചിട്ട് ഒരു പെണ്ണ് ഒറ്റയ്ക്ക് ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ അത് ചെറിയൊരു കാര്യമൊന്നുമല്ല. അവരെ സംബന്ധിച്ചൊരു വലിയൊരു ചലഞ്ച് തന്നെയാണ്. അപ്പോൾ